ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചുരിദാറിനെ കുറിച്ചുള്ള സീക്രട്ട് ഐഡിയാസാണ് കേട്ടോ പറയുന്നത്. മാത്രമല്ല ഈ വീഡിയോയിൽ കൂടുതലും ചുരിദാർ എത്രമാത്രം പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നു അതിനെക്കുറിച്ചുള്ള ഐഡിയാസാണ്. ഒരുപാട് ഐഡിയാസ് ഇതിനകത്ത് പറയുന്നുണ്ട്. എന്താണ് നമ്മൾക്കൊരു ചുരിദാർ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടത്, അതിന് നമ്മൾ ഒരു ചുരിദാറിൽ നിന്ന് എങ്ങനെയാണ് അളവുകൾ എടുക്കേണ്ടത്, ഏതെല്ലാം മെഷർമെൻറ്റ്സ് എടുത്താലാണ് ചുരിദാർ പെർഫെക്റ്റ് ആയിരിക്കുക. അപ്പോൾ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു ലൈക്ക് തന്ന ശേഷം വീഡിയോ കാണണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തെല്ലാം മെഷർമെൻറ്റ്സ് എടുത്തിട്ട് വേണം നമുക്കൊരു ചുരിദാറിനെ എത്രമാത്രം പെർഫെക്റ്റ് ആക്കാൻ പറ്റുക എന്നത് നമ്മളാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ചാനലിൽ ഈ ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചിട്ടുണ്ട്. ഈ നെക്ക് ഡിസൈനും കാണിച്ചിട്ടുണ്ട്. ചുരിദാറിൻ്റെ ഫുൾ കട്ടിങ്ങും ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടും കാണിച്ചിട്ടുണ്ട്. നെക്ക് ഡിസൈനിങ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ചെറിയൊരു ഭംഗി വരുത്തുന്ന രീതിയിലൊരു ഐഡിയ പറഞ്ഞുതരാം കേട്ടോ. നമ്മളിപ്പോൾ ഈ ചുരിദാറിൽ പ്രിൻറ്റഡ് വർക്ക് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, ഫുൾ സെറ്റ് മെറ്റീരിയലായിരുന്നു നമ്മളിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തില്ല, ഈ നെക്കിലേക്ക് വെച്ചിരിക്കുന്ന പീസ് നമ്മൾ എക്സ്ട്രാ ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ എടുത്തതാണ് കേട്ടോ. യോക്ക് പാർട്ട് നമ്മൾ സെപ്പറേറ്റ് വരുന്ന രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പ്രിൻറ്റഡ് ആയുള്ളൊരു സംഭവത്തിലേക്ക് നെക്കിന് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യോക്ക് പാർട്ടിൽ പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യായിരിക്കും കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയ ടിപ്പ്, അത് നേരെ തിരിച്ചും ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. പ്ലെയിൻ ആണ് ചുരിദാറെങ്കിൽ നമുക്ക് യോക്ക് പാർട്ടിൽ നമുക്ക് ഒരു പ്രിൻറ്റഡ് ആയ വർക്ക് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ചെറിയൊരു ടിപ്പാണ്, എന്നാൽ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ തുണികളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കി നോക്കും. നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത് നമുക്ക് ബാക്കിൽ നിന്ന് അളവെടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ നിന്ന് അളവെടുക്കുന്ന ഏതൊക്കെ അളവെടുത്താലാണ് ഒരു ചുരിദാർ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ബാക്കിൽ നിന്ന് അളവെടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ബാക്കിൽ നെക്ക് എടുക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ടിപ്സ് പറഞ്ഞുതരാം. നെക്ക് വല്ലാണ്ട് വലിച്ച് എന്താ പറയുക, മലച്ച പോലെ നിവർത്തരുത്. നമ്മുടെ ഈ ഒരു എന്താ പറയുക, തേച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് കിട്ടും. അയൺ ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അധികം ചുളിവില്ലാത്ത രീതിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഓക്കെ, നല്ല രീതിയിൽ കിട്ടും. പിന്നെ ഭയങ്കരമായിട്ട് ഉള്ളിലോട്ട് നിൽക്കുന്ന രീതിയിൽ വരുത്തരുത്, വല്ലാണ്ട് പുറത്തേക്ക് നിൽക്കരുത്, ഉള്ളിലോട്ട് വരുന്ന രീതിയിലും അങ്ങനെ വെച്ചിട്ട് എടുക്കരുത് കേട്ടോ. നോർമലായിട്ട് എത്രത്തോളം ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു അങ്ങനെയാണ് അളവെടുക്കേണ്ടത്. അതായത് ആ ചെസ്റ്റിൻ്റെ കൈക്കുഴി ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പരമാവധി നിവർത്തിയിടുക. അങ്ങനെ വരുമ്പോൾ ശരിക്കും എത്രത്തോളം ആ കഴുത്തിന് വൈഡുണ്ടോ ആ വൈഡ് തന്നെ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മളിപ്പോൾ അളവെടുത്തത് കേട്ടോ. അപ്പോൾ അത് 13 ഇഞ്ചാണ് ബാക്ക് പാർട്ടിൽ നമുക്ക് ചെസ്റ്റിൻ്റെ ഫുൾ ഷോൾഡറിൻ്റെ അളവ് കിട്ടിയ. അപ്പോൾ അതിൻ്റെ ഹാഫ് ഷോൾഡർ നമുക്ക് ആവശ്യം വരും 13 ഇഞ്ചിൻ്റെ ഒരു പകുതി. അങ്ങനെ ഇനി നമുക്ക് ഇറക്കമാണ് അതിൻ്റെ വേണ്ട. ചുരിദാറിൻ്റെ ലെങ്ത്താണ് പിന്നത്തെ അടുത്തതായിട്ട് എടുക്കേണ്ടുന്ന പ്രധാനമായ അളവ്. അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ച് വേണം നമ്മൾ എടുക്കാൻ. തയ്ച്ച ഡ്രസ്സിൻ്റെ ഈ ഭാഗത്ത് വെച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. ഓരോ ഭാഗത്തെ അളവുകളും പ്രധാനമാണ്. അപ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്ന് അളവെടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ മനസ്സിലാവുകയാണെങ്കിൽ ആ രീതിയിൽ എടുക്കുക കേട്ടോ. എഴുതി വയ്ക്കുക, അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചുരിദാറാണെങ്കിലും തയ്ച്ച ഒരു ഡ്രസ്സ് ആരുടെ ഡ്രസ്സായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പുറത്തുനിന്ന് ഔട്ട്സൈഡേഴ്സിൻ്റെ ഡ്രസ്സോ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ അളവുകൾ മാത്രം ചെയ്താൽ മതി. ഈ അളവുകൾ മാത്രം എടുത്തിട്ട് നിങ്ങൾ ചുരിദാർ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട ലെങ്ത്ത് എടുത്തു 34 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഫുള്ളായിട്ട് ഇറക്കം കൂട്ടേണ്ടത് 2 ഇഞ്ചാണ്. ഇപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ അളവെടുത്തു. അപ്പോൾ 19.25 നമുക്ക് വന്നത് ഒരു ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ 2 ഭാഗത്തേക്കായിട്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കുക. അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് എടുത്തപ്പോൾ ഈ അളവാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, 38.25 നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ അളവിന് 4 ഭാഗമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ടോട്ടൽ എത്രയാണോ കിട്ടിയത്, മൊത്തം എത്രയാണോ കിട്ടിയത് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ ഒരു ഭാഗത്തേക്ക് വരുന്ന ആ അളവ്, ഫുൾ അളവ് നമ്മൾ എഴുതി വയ്ക്കണം. /4 എന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്കുള്ളത് 4ആയിട്ടാണുള്ള ചുരിദാർ മടക്കിയിടുക ആ രീതിയിൽ. ഇനി നമുക്ക് തയ്ച്ച ഡ്രസ്സിൽ ഏറ്റവും കൂടുതൽ ഷേപ്പ് വന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കണം. ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന, ഉള്ളിലേക്ക് കൂടുതൽ ഭാഗം താഴ്ന്നു നിൽക്കുന്ന ഭാഗം, പുറത്തേക്ക് നിൽക്കുന്ന ഭാഗമല്ല, ഉള്ളിലേക്ക് ഷേപ്പിൽ ഏറ്റവും കൂടുതൽ താഴേക്ക് നിൽക്കുന്ന ഒരു ഭാഗം എവിടെയാണോ ആ ഭാഗത്ത് വെച്ചിട്ട് വണ്ണം നോക്കുക. അതാണ് നമ്മുടെ ഷേപ്പിൻ്റെ വണ്ണം. അപ്പോൾ ആ അളവ് നമ്മൾ എഴുതി വയ്ക്കുക. അതിൻ്റെ 4 ഭാഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പിന്നെടുക്കേണ്ടുന്ന അളവ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെച്ച ശേഷം
വേണം നമ്മളിപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ അളവെടുത്തത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അളവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെച്ച് വേണം. കാരണം മുകളിൽ ഷോൾഡറിന് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റ് നമ്മൾ തയ്ച്ച് പോകുമ്പോൾ വരും. ആ ഒരു രീതിക്കാണ് നമ്മളത് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ നമുക്ക് ഹിപ്പിൻ്റെ അവിടുത്തെ അതായത് സ്ലിറ്റ് ഭാഗത്ത് സ്ലിറ്റ് ഇടുന്നുണ്ടല്ലോ, ആ സ്ലിറ്റ് വരെയുള്ള ആ ഇറക്കം എത്രയാണെന്ന് നോക്കണം. ആ സ്ലിറ്റിൻ്റെ ഓപ്പൺ സൈഡ് അതായത് സ്ലിറ്റ് എവിടെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അവിടെ നിന്ന് ഫുള്ളായിട്ട് വണ്ണെടുക്കണം. 2 സൈഡിൽ സ്ലിറ്റ് വെച്ചിട്ട് മൊത്തം റൗണ്ട് എത്രയാണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് മുകളിലോട്ട് കിടത്തി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ സ്ലിറ്റിൻ്റെ ഇറക്കം കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടേപ്പിനെ മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ അളവ് ഇങ്ങനെയാണ് നമ്മൾ എടുത്തിട്ട് ടേപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പോയിൻറ്റ് കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതേ അളവിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് അവിടുത്തെ വണ്ണം സ്ലിറ്റ് അതായത് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ടല്ലോ അവിടുത്തെ ഭാഗത്ത് വണ്ണം അതായത് ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം എടുക്കുക. അപ്പം നമുക്ക് അവിടെ 18.5 വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് മടക്കുക. അതിൻ്റെ ഇരട്ടിയാകുമ്പോൾ ഫുള്ളായിട്ടുള്ള ഫുൾ റൗണ്ട് കിട്ടിയല്ലോ. എന്നിട്ട് അതിൻ്റെ 4 ഭാഗം ആ 4 ഭാഗം എഴുതി വയ്ക്കുക. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ചുരിദാറിൻ്റെ കട്ടിങ് ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ട് മറ്റു കൂടുതൽ ആളുകൾ എടുക്കാത്തൊരളവാണ് കേട്ടോ ഈ താഴത്തെ ഭാഗത്തെ ഒരു അളവ്. അടിവിസ്താരം എടുക്കണം കേട്ടോ. ചില ആളുകൾക്ക് അടിവിസ്താരം കുറഞ്ഞ രീതിയിലുള്ള ചുരിദാറൊക്കെ ആയിരിക്കും ഇട്ടുവരിക. ചിലവർക്ക് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം കവർ ചെയ്ത് നിൽക്കുന്ന പോലെ ചെരിഞ്ഞ് ആ ഒരു രീതിയിൽ ചെയ്യണമെന്ന് ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് എൻ്റെ അടുത്ത്. ഇത്തിരി വണ്ണം കൂടുതലുള്ള കസ്റ്റമേഴ്സൊക്കെ പറയാറുണ്ട് എനിക്ക് ആ സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് കവർ ചെയ്ത് നിൽക്കണ പോലെ ഷേപ്പ് ഇട്ടിട്ട് ചെയ്തോളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തെ അളവ് കൊണ്ട് അടിവിസ്താരം നമ്മൾ ചെയ്തെടുക്കണം. മെലിഞ്ഞവരൊക്കെയൊന്നും അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. കൂടുതലും വണ്ണമുള്ളവർ ഏറ്റവും കൂടുതലായിരിക്കും പറയുക ആ ഭാഗത്ത് അളവ് സൈഡൊന്ന് ചെരിഞ്ഞ പോലെ എടുത്താൽ മതിയെന്നും പിന്നെ അതുപോലെ തന്നെ ഹിപ്പ് കവർ ചെയ്ത് നിൽക്കുന്നത് പോലെ മതി എന്നൊക്കെ പറയും. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ താഴത്തെ അടിവിസ്താരം കൊണ്ട് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കേണ്ടത് നമ്മൾ ടേപ്പിൻ്റെ ഇതുപോലെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിക്കാം കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ക്ലിയറായിട്ട് മനസ്സിലാവാം. ഇതുപോലെ എടുക്കുക, ഇങ്ങനെ കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. ഇതിൽ നമുക്ക് തയ്യൽ തുമ്പ് ഇട്ടിട്ടല്ല എടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അളവ് എടുത്തു പ്ലസ് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇടണം, എക്സ്ട്രാ ആഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ നെക്കിന് എടുത്തപ്പോൾ തയ്യൽ തുമ്പ് എടുക്കാണ്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചാണ് നെക്കിന് ഇപ്പോൾ 4.25 എടുത്തിട്ടുണ്ടായിരുന്നു. പ്ലസ് 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിലിപ്പോൾ 4.5 കിട്ടുന്നത്. അപ്പോൾ 4.5യുടെ കൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ അളവെടുക്കുന്നത്. ഓക്കെ. നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് പ്രധാനമായിട്ട് എടുക്കാൻ പോകുന്ന അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവാണ്. സ്ലീവ് ഒരു ചുരിദാറിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ലീവിനെ. എന്താ പറയുക, നമ്മൾക്ക് കാഴ്ചയ്ക്ക് ആ ഒരു ചുരിദാറിന് പെർഫെക്റ്റ് ആക്കാൻ നെക്കും അതുപോലെ തന്നെ നെക്കിൻ്റെ വൈഡ് അതുപോലെ സൈഡ് ഷോൾഡർ ഷേപ്പ് അതുപോലെ തന്നെ സ്ലീവ് അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയാൽ ഒരു ചുരിദാർ നല്ല ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കെടുക്കുക, അതുപോലെ സ്ലീവ് ലെങ്ത് എടുത്തു കഴിഞ്ഞു. അതിനുശേഷം സ്ലീവ് ഓപ്പണിങ് തുമ്പ് കൊണ്ട് എത്രയാണോ നോക്കുക അതെടുക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് എടുക്കുക. ഇതുപോലെ ആ കക്ഷക്കുഴിയിലേക്ക് വരുന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ അളവ് എത്രയാണോ അത് എടുത്ത് വയ്ക്കുക. ആം റൗണ്ടിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് നമ്മളെടുത്തു. പിന്നെ ആം ഹോൾ കർവ് റൗണ്ട് എടുക്കുക കേട്ടോ. നമ്മളിതുപോലെ ചെരിഞ്ഞിട്ടുള്ള അളവ് എടുക്കുക. ആം ഹോളിൻ്റെ കർവ് ആ ഒരു റൗണ്ട് നമ്മൾ എത്രയാണോ അതിൻ്റെ ഇരട്ടി എടുക്കുക. നമ്മൾ ഈ ഒരു പോയിൻ്റ് ഈ ഒരു അളവ് കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക കേട്ടോ. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത അളവും ചെരിഞ്ഞ അളവും എന്ന് മനസ്സിലായല്ലോ. ഈ അളവുകളെല്ലാം നമുക്കൊരു സ്ലീവിന് ആവശ്യമാണ്. അതുപോലെ തന്നെ സൈഡ് ഷോൾഡറും ഒരു ചുരിദാറിന് എത്രത്തോളം സൈഡ് ഷോൾഡർ കൊടുക്കുന്നുണ്ട് അത് നോക്കുക. അപ്പോൾ ഇതിന് നമ്മൾ 3 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്കിന് എത്ര വൈഡ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഷോൾഡർ വന്നിരിക്കുന്നത് 13 അതിൽ നിന്ന് ഈ ഒരു 3 ഇഞ്ച് നമ്മുടെ സൈഡ് ഷോൾഡർ, അപ്പോൾ 13 /2 ചെയ്താൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ ആ അളവ്. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ വൈഡ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ 3 ഇഞ്ച് നമ്മൾ ആ ഒരു അളവ് കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള നെക്ക് വൈഡാണ് 3 + 3/4 ഇഞ്ച് കൂടും. 2 സൈഡിലേക്കും തയ്യൽ തുമ്പ് പോകും. അത് 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് കേട്ടോ. അതിനുശേഷം നമ്മൾ ടക്കിൻ്റെ ഇറക്കം ബാക്കിൽ ടക്ക് കൊടുത്തിട്ടുണ്ട്. ആ ടക്കിൻ്റെ ഇറക്കം അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന അളവ് എത്രയാണെന്ന് അത് എടുക്കുക. മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്.
അതിനുശേഷം ടക്കിൻ്റെ അകലം കൂടി എടുക്കാണ്ട് കേട്ടോ. അകലം കൂടി എടുക്കാണ്ട് ടക്കുകൾ തമ്മിൽ എത്രത്തോളം അകലമാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അത് നോക്കണം. മാത്രമല്ല ടക്കിൻ്റെ ഇറക്കം എങ്ങനെയായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഏതൊരു വ്യക്തിക്കും 1 ഇഞ്ച് 1.5 ഇഞ്ച് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു സ്ലിറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, ആ സ്ലിറ്റിനെക്കാട്ടിലും മുകളിലേക്ക് നിൽക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഉദ്ദേശത്തിനനുസരിച്ച് തന്നെ ടക്കിൻ്റെ ഇറക്കം സ്റ്റാർട്ടിങ് എടുത്താൽ മതി. ബാക്കി നമുക്ക് ഇതുപോലെ എടുക്കാം. പിന്നെ ടക്കുകൾ തമ്മിലുള്ള അകലം എത്രയാണെന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മളിപ്പോൾ എടുത്തതുപോലെ എടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ലിറ്റ് വരുന്നുണ്ടല്ലോ, അതിനേക്കാൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം കേട്ടോ.